ഒത്തിരി നാളായേ ചിക്കൻ സ്പഗറ്റിയൊക്കെ കഴിച്ചിട്ട്. കാരണം ചില സമയത്ത് തോന്നും അതൊക്കെ ഒന്ന് ഉണ്ടാക്കാവുന്നേ. പിന്നെയും മടി പിടിച്ചിട്ട് ഞാൻ ഇന്ന് അതാണ് ഉണ്ടാക്കിയത്. ഇച്ചിരി മടിയൊക്കെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് ഉണ്ടാക്കും. അപ്പം നമുക്കതിന് വേണ്ടി നമ്മൾ ആവശ്യത്തിന് ചിക്കൻ എടുക്കുക. ചിക്കൻ നമ്മൾ കഴുകി റെഡിയാക്കി കൊണ്ടുവച്ചാൽ ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ച് വെക്കുക. വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കറിനകത്ത് വെച്ചെങ്കിലും നമ്മൾ അതിൻ്റെ അടപ്പ് വേറെ അടപ്പിട്ട് അടച്ചേക്കുന്നത്. കാരണം വിസിൽ വിടാതെ നമ്മൾ ചുമ്മാ ഇട്ട് വേവിക്കുക കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ നമുക്ക് ഇതൊരു ഇറ്റാലിയൻ സ്പഗറ്റിയാണ്. ഇത് നമ്മൾ എടുത്ത് 2-3 വട്ടം ഒലച്ച് കഴുകിയാൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഇൻസെക്ട്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉറുമ്പോ ഒക്കെ കാണും, അല്ലെങ്കിൽ ചെള്ള് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് കവറിനകത്ത് ഇരിക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ചുമ്മാ എടുത്തൊന്ന് ഒലച്ച് കഴുകിയേക്കണം. കഴുകി റെഡിയായി കൊണ്ടുവന്ന് നമ്മളൊരു പാത്രത്തിനകത്തിട്ട് അത് വേവിക്കാൻ വെക്കുക. ആവശ്യത്തിന് 2-3 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, എന്നാലേ അതിനെ ഉപ്പൊക്കെ പിടിച്ചാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തക്കാളിക്കായും സവാളയും വെളുത്തുള്ളിയും മതി. തക്കാളിക്ക നമ്മൾ വേവിക്കാൻ വെക്കണം, പുഴുങ്ങി നമുക്ക് അരക്കേണ്ടതാണ്. അപ്പം നമ്മൾ തക്കാളിക്ക പുഴുങ്ങാൻ നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലൊക്കെ ഒന്ന് വരഞ്ഞ് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തൊലി കളയാൻ എളുപ്പമുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പുഴുങ്ങി കിട്ടി പെട്ടെന്ന് നമുക്ക് തൊലി പോവുകയും ചെയ്യും. അപ്പം നമ്മൾ ഇനിയും ഇപ്പോൾ നമ്മളെ സ്പഗറ്റി ഇപ്പോൾ ഏകദേശം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം പോകാൻ വേണ്ടി വെക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ തക്കാളിക്ക ഇപ്പം ഏകദേശം നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിക്ക എന്നാൽ തൊലി കളയുകയാണ്. എന്നിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഏറെ തക്കാളിക്ക ചേർക്കണം, എന്നാലും ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് തക്കാളിക്ക ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വറ്റൽമുളകില്ലേ, നല്ല ചുമന്ന വറ്റൽമുളക് നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ്. ഞങ്ങൾക്കതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുളക് പൊടി ഇട്ട് അതെല്ലാം കൂടെ അരച്ച് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉപ്പും കുരുമുളകും എല്ലാം പിടിച്ച് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്, വെന്തിട്ടുണ്ട് നന്നായിട്ട്. അതിനെ നമ്മൾ ചെറിയ പീസാക്കി മാറ്റുക. ബോൺലെസ് ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലൊക്കെ മാറ്റി അതിൻ്റെ പീസ് മാത്രം, പീസ് മാത്രം ഇട്ടാൽ മതി. അത് വേണ്ടാത്തവർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കും. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. എന്നിട്ട് വെളുത്തുള്ളി നമ്മൾ ചെറിയ കുരുകുരാന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിനകത്തോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ സവോള നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്ത് അതും ഇടുക. വഴന്ന് വരുമ്പോഴത്തേക്കിനും ഇപ്പം എന്തായാലും നല്ലോണം വഴന്നിട്ടുണ്ട് രണ്ടും കൂടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോ അരച്ച് വെച്ചില്ലേ, ടൊമാറ്റോയും മുളകും കൂടെ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ചിക്കൻ പീസ് ഇടുകയാണ്. അത് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഞുള്ളി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇളക്കിയ ശേഷം നമുക്ക് ഇത് നന്നായിട്ട് നമ്മുടെ സ്പഗറ്റി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ടെ നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം എല്ലാം കൂടെ മിക്സ് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ലോണം പിടിച്ചാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഉപ്പ് വേണ്ടവർക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. ഞങ്ങളുണ്ടാക്കിയ പിള്ളേർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം നമുക്ക് എളുപ്പം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുന്ന ദിവസമൊക്കെ നമുക്ക് ഇതുപോലത്തെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ മുതിർന്നവർക്കും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാം കൂടെ എടുത്തപ്പോഴത്തേക്കിനും. അവിടെ നിങ്ങളെല്ലാവരും ഇടയ്ക്കൊക്കെ ഇത് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണിത്, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുകയും ചെയ്തത്.